തങ്ങളിന്ന് പിന്നെ ദുബായി പോവാണ്. അപ്പോൾ ഇനി 2 ദിവസത്തിനുണ്ടാവില്ല. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ നിലവിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിയതാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരാൻ പോവില്ലേ, അപ്പോൾ പല കാര്യങ്ങളും വിലയിരുത്താനുണ്ടാവുമല്ലോ. പ്രസിഡൻ്റെ സാന്നിധ്യത്തിൽ ഉള്ള ബാക്കിയുള്ള ഒരു മെമ്പർ സീനിയർ നേതാക്കന്മാരൊക്കെ ഓൺലൈനിൽ ജോയിൻ ചെയ്തിരുന്നു. ഞങ്ങളൊന്ന് റിവ്യൂ ചെയ്തതാണ്. എന്താണ് ലീഗിൻ്റെ ഒരു വിലയിരുത്തൽ? ഇപ്പോൾ 3ാം സീറ്റ് വിഷയത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ല, അതിലൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു, യാതൊരു വ്യത്യാസവും ഇല്ല. അത് ഇനിയിപ്പോൾ UDF യോഗം ജാഥൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പോഴല്ലേ അത് സംബന്ധിച്ചുള്ള അന്തിമ കാര്യങ്ങൾ ഞങ്ങൾ പറയുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതി ഞങ്ങൾ ഇന്നലെയും പറഞ്ഞതാണല്ലോ. അല്ല, ഇനി എന്തെങ്കിലും ഉന്നയിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ ഉന്നയിക്കലൊക്കെ കഴിഞ്ഞില്ലേ. ഇനി അത് സംബന്ധിച്ച് പിന്നോട്ട് പോയി എന്നുള്ളൊരു ചർച്ച പ്രചരിച്ചിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ നിൽക്കണ്ട, അതാണ് കുഴപ്പം. ഞങ്ങളൊരു പുറകോട്ടും പോയില്ല. ഞങ്ങൾ വളരെ പിന്നെ ഒരു വർത്തമാനം പറഞ്ഞാൽ പിന്നെ ആ വർത്തമാനം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് സംബന്ധിച്ച് നിങ്ങൾ കൂടുതൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണ്ട, അതൊരു സുഖമുള്ള കാര്യമല്ല. കാരണം നിങ്ങളിന്ന് വന്നു, ഞങ്ങളത് വിലയിരുത്തി, നേരത്തെയുള്ള നിലപാടിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല. കാര്യങ്ങൾ തീരുമാനമാവുമ്പോൾ വ്യക്തമായി പറയാൻ നിങ്ങൾ പറഞ്ഞല്ലോ. ഇല്ല, ഒരു കാലതാമസം ഇല്ലല്ലോ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. കാരണം എല്ലാ പാർട്ടികളും 26, 27, 27 തീയതി ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ കൺവെൻഷനൊക്കെ അതിൻ്റെ മുറക്ക് നടക്കുന്നുണ്ട്. ഇല്ല, കൺവെൻഷനൊക്കെ നടക്കുന്നുണ്ട്. UDFന്റെ ചില ഘടകകക്ഷികൾ സ്ഥാനാർത്ഥി അവരെ പ്രഖ്യാപിച്ചു. അപ്പോഴും ലീഗും കോൺഗ്രസും തമ്മിലുള്ള നിങ്ങൾ ഇന്നലെയും പറഞ്ഞു അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. ഒരു പാർട്ടിയും പ്രഖ്യാപിച്ചിട്ടില്ല. CPM പ്രഖ്യാപിച്ചില്ല, കോൺഗ്രസ് പ്രഖ്യാപിച്ചില്ല, ലീഗ് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ ഓരോ സ്ഥാനാർത്ഥികളുള്ളവർ പ്രഖ്യാപിച്ചു ഇന്നലെ നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഓരോ സ്ഥാനാർത്ഥികൾ ഉള്ളവർ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒന്നിലധികം സ്ഥാനാർത്ഥികളുള്ളവർ പറഞ്ഞിട്ടില്ല എന്ന് ഞാനും പറഞ്ഞു. നിങ്ങൾ വെറുതെ ആളുകളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അല്ലാതെ ഒന്നുമല്ല. എല്ലാ പാർട്ടികളും വെച്ചിരിക്കുന്നത് 27-ാം തീയതിക്ക് ശേഷമാണ്. അപ്പോൾ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പ്രമുഖ പാർട്ടികളൊക്കെ അവരെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഡേറ്റ് 26, 27 കഴിഞ്ഞിട്ടുള്ള ഡേറ്റുകളാണ്. സമയമാകുമ്പോൾ ഞങ്ങളും പറയും. ഞങ്ങളുടെ നേരത്തെയുള്ള നിലപാടിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. ഈ പറയുന്നത് മലയാളത്തിലാണ്. നിങ്ങൾ അങ്ങനെ കൊടുത്ത ആളുകൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ തങ്ങൾ 26-ാം തീയതി തിരിച്ചു വന്നിട്ട് ഇനി മീറ്റിംഗ് ഉണ്ടാവും. തിരിച്ചു വരും. 1-ന് ശേഷം മീറ്റിംഗ് ഉണ്ടാവും. ഓക്കെ. നിങ്ങൾ നല്ലത് ഇനി കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ അടുത്ത് നിങ്ങൾ സംസാരിക്കുന്നതാണ് നല്ലത്.